രണ്ടാഴ്ചത്തെ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമായിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ രണ്ടാം സീറ്റ് സംബന്ധിച്ച് AICCയിൽ നിന്ന് ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടായി. വയനാട്ടിൽ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന പുതിയ വാർത്തയാണ് വരുന്നത്. ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾ കൂടിയാണ് വിരാമമാകുന്നത്. അമേഠിക്ക് ശേഷം തൻ്റെ രണ്ടാമത്തെ സീറ്റ് വയനാട്ടിലാണ് എന്ന പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായി. രൺജീത് സുർജേവാല ഒപ്പം കോൺഗ്രസ് AICC വക്താവ് കൂടിയ അടക്കമുള്ള ഇപ്പോൾ AK ആന്റണിയാണ് ഔദ്യോഗികമായി ഈ പ്രഖ്യാപനം നിലവിൽ നടത്തിയത്. KR സാജു മറ്റു വിവരങ്ങൾ കൂടി നൽകും. സാജു, വലിയ തരത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം ഒരർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സീറ്റിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപനമായിരിക്കുന്നു, ഔദ്യോഗികമായി തീരുമാനമായിരിക്കുന്നു രാഹുൽ തന്നെ വയനാട്ടിൽ മത്സരിക്കും എന്നുള്ളത്. ഏത് തരത്തിലുള്ള ചർച്ചയാണ് നടന്നത്? ലഭിക്കുന്ന പുതിയ വിവരം എന്താണ്? അരുൺ, ഒരാഴ്ചയിൽ അധികമായി വയനാട്ടിലെ UDFിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ പോലും പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്ന വിവരം വന്നതിന് ശേഷമുണ്ടായിരുന്ന സാഹചര്യങ്ങൾ. ആ സാഹചര്യങ്ങൾക്കാണ് ഒരു പരിധിവരെ അല്ലെങ്കിൽ പൂർണ്ണമായും തന്നെ ഈ ഘട്ടത്തിൽ വിരാമമായിരിക്കുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് കേരളത്തിലെ UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രചരണ രംഗത്ത് ഇനിയുള്ള നിമിഷങ്ങളിൽ നൽകാൻ പോകുന്ന ഊർജം വളരെ വലുതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഹുൽ ഗാന്ധിയുടെ അനിശ്ചിതത്വത്തെ തുടർന്ന് ഏതാണ്ട് എല്ലായിടത്തും തന്നെ അത്തരം വാർത്തകൾ വന്നതിന് ശേഷം പിന്നീടുണ്ടായ ദിവസങ്ങളിൽ പ്രചരണത്തിൽ UDF പിന്നാക്കം പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് ഒരു മാറ്റം വരാൻ ഈ ദിവസങ്ങളിൽ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട്ടിലായിരുന്നു പൂർണ്ണമായും അനിശ്ചിതത്വം ഉണ്ടായിരുന്നത്. UDFിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ പൂർണ്ണമായും നിലച്ച സാഹചര്യമുണ്ടായിരുന്നു. അതിന് പരിഹാരമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി അത് സംസ്ഥാനത്ത് മാത്രമല്ല, ഒരുപക്ഷെ തമിഴ്നാട്ടിലും കർണാടകയും അടക്കം വയനാടിനോട് ചുറ്റിക്കിടക്കുന്ന സംസ്ഥാനങ്ങളിലെ എല്ലാ മണ്ഡലങ്ങളിൽ കൂടി അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അത്തരത്തിലുള്ള പ്രചരണ രംഗത്ത് മുന്നാക്കം ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് കരുതുന്നത്. അതിൻ്റെ കൂടി ഭാഗമായി വേണം നമ്മൾ ഈ പ്രഖ്യാപനത്തെ കാണാൻ. പക്ഷേ രാഷ്ട്രീയമായ ചില ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം നൽകേണ്ടി വരും ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്ന് വന്ന ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയ ഒരു രാഷ്ട്രീയ ചോദ്യമുണ്ട്. ആരാണ് ഏറ്റവും വലിയ ശത്രു എന്ന കാര്യത്തിൽ, ആരെയാണ് രാഹുൽ ഗാന്ധി ഏറ്റവും നേരിടാൻ പോകുന്നത് എന്നുള്ളത്. നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ തന്നെ നീക്കങ്ങളുമായി നടക്കുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ ആണോ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നത് എന്ന ചോദ്യമായിരുന്നു പിന്നീട് CPM ഉയർത്തിക്കൊണ്ടിരുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി കോൺഗ്രസിന് ഈ പ്രചരണ രംഗത്ത് നൽകേണ്ടി വരും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിനെല്ലാം അപ്പുറമായിരിക്കും രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്നും മത്സരിക്കുന്നു എന്നുള്ളത്. അത് ദക്ഷിണേന്ത്യയിലാകെ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന രാഹുൽ ഗാന്ധിയെ മത്സരരംഗത്ത് നിന്നും പിൻവലിപ്പിക്കാനായി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറ്റാനായി ചില നീക്കങ്ങൾ നടന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ, KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ പറയും. അവർ CPMനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അത്തരം എല്ലാ കാര്യങ്ങളും നിൽക്കുകയാണ് വയനാട് തന്നെ മത്സരിക്കാനായി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നു. ഇനി രാഹുൽ എപ്പോൾ പ്രചരണത്തിനായി എത്തും എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം. അതുണ്ടാക്കുന്ന അലയൊലുകളായിരിക്കും കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ. കാരണം അവർ കേരളത്തിൽ വലിയ മുന്നേറ്റമായിരിക്കും അതിലൂടെ പ്രതീക്ഷിക്കുന്നത്. പ്രചരണ രംഗത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ പിന്നാക്കം പോയ UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ മുന്നേറാൻ കൂടി അത് കാരണമാകും. അരുൺ, ഇത് ഒരർത്ഥത്തിൽ വലിയ തരത്തിലുള്ളൊരു തീരുമാനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. രാഹുൽ വയനാട്ടിൽ മത്സരിച്ചാൽ സംഘടനാപരമായി വലിയ ദൗർബല്യം നേരിടുന്ന കർണാടകയിലും മറ്റു പരിസര പ്രദേശങ്ങളിലും അതിൻ്റെ അനുരണനം ഉണ്ടാകും എന്ന് KPCC ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു. മത്സരിക്കാൻ എന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഈ അനിശ്ചിതാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് ക്യാമ്പിൽ എന്ത് പ്രതിഫലനമാണ് നിലവിലുണ്ടാക്കിയിട്ടുള്ളത് സാജു ഈ വരുന്ന ഈ മണിക്കൂറുകളിൽ? സ്വാഭാവികമായും അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരമാകുന്നു എന്നത് ഒന്നാമത്തെ കാര്യം മാത്രമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് മത്സരിക്കുന്നു എന്നുള്ളത് എല്ലാ മണ്ഡലങ്ങളിലും നേരത്തെ ഉണ്ടായിരുന്ന സാധ്യതകൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ആകുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം ഉള്ളത്. അതിൻ്റെ പ്രതിഫലനമായിരിക്കും. കാരണം രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാൾ ഒന്നിലധികം തവണ സംസ്ഥാനത്ത് സ്വാഭാവികമായും അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ പ്രചരണത്തിനായി എത്തും. അതിൻ്റെ അലയൊലികൾ സംസ്ഥാനത്ത്
മൊത്തം ഉണ്ടാകുകയും അത് പ്രചരണ രംഗത്ത് വലിയ മേൽക്കൈ കിട്ടുന്നതിലേക്ക് എത്തിക്കാനും കഴിയും എന്നുള്ളതായിരിക്കും കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലുകൾക്ക് അടിസ്ഥാനമുണ്ട്. കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് അണികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കുന്ന ആൾ കൂടിയാണ് രാഹുൽ ഗാന്ധി. അത്തരം ഒരാൾ തൻ്റെ രണ്ടാമത്തെ മണ്ഡലമായി പോലും വയനാടിനെ എടുക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ ഇപ്പോൾ സംസാരിക്കുകയാണ്. അതിലേക്ക് ഏറ്റവും വലിയതായിരിക്കുന്ന സമ്മാനമാണ് ഈ മേഖലയിലെ, ഈ പാർലമെന്റിലെ ജനതയ്ക്ക്, ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണ്. ആ സമ്മാനത്തിന് നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധിയോടും അതുപോലെ ശ്രീ AK ആന്റണി, ശ്രീ KC വേണുഗോപാൽ, മുകുൾ വാസ്നിക് ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതൃത്വത്തോടുള്ള വളരെ അദമ്യമായ സന്തോഷവും ആഹ്ലാദവും പങ്കുവെക്കുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ശ്രീ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കാനുള്ള ആവേശകരമായിട്ടുള്ള പടപ്പുറപ്പാടിന് ഞങ്ങൾ രംഗത്തിറങ്ങുകയാണ്. ഞങ്ങൾ വിശ്വസ്ത പ്രചാരകരായി ഞങ്ങൾ കർമ്മരംഗത്ത് ഞങ്ങൾ മുഖരിതമായി മുന്നോട്ട് പോകും. 2020 ഏറ്റവും വലിയ കാൽവെപ്പ് നടന്നു. ഇനി ബാക്കിയുള്ളത് ഗോദയിൽ കാണാം. തീർച്ചയായും ജനം UDFന്റെ കൂടെയാണ്, കോൺഗ്രസിന്റെ കൂടെയാണ്. ഞങ്ങൾ ഒരു പിന്നില്ല. പ്രിയപ്പെട്ട വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇവിടെയുണ്ട്. എത്ര കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുത്തു, അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു, ഞങ്ങൾ പങ്കെടുത്തു. ഒരു സെക്കൻഡ് ഞങ്ങൾ വിശ്രമിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ ഫുൾ ടൈം ഫീൽഡിലായിരുന്നു. ഞങ്ങളൊരു ഉദ്ദേശശുദ്ധിയിലായിരുന്നു. എല്ലാ മീറ്റിങ്ങിലും ഞങ്ങളുടെ പ്രസംഗം ഞങ്ങൾ ജനമനസ്സിലെ ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ പരുവപ്പെടുത്തുകയായിരുന്നു. രാഹുൽ ഗാന്ധി വരും, ആ തീരുമാനമുണ്ടാകും. ആ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. അതിനുവേണ്ടിയുള്ള പ്രതലമൊരുക്കുന്ന ജോലിയിലായിരുന്നു ഞങ്ങളൊക്കെ. ആ ഉത്തരവാദിത്വം കൃത്യതയോടുകൂടി സമയനിഷ്ഠ അനുസരിച്ച് ഞങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. സമയം ഞങ്ങൾക്ക് പാഴായി പോയിട്ടില്ല. ശ്രീ IC അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. മാത്രമല്ല, ഞങ്ങൾ ഈ പാർലമെൻറ്റ് കൺവെൻഷനും നിയോജക മണ്ഡല കൺവെൻഷനുകളും പഞ്ചായത്ത് കൺവെൻഷനുകളും ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കൾ എല്ലാവരും ഒരുമിച്ചാണ് പങ്കെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, നമുക്ക് പ്രതീക്ഷയുണ്ട്. T സിദ്ദിഖ് അവർ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി, AK ആന്റണി, മുകുൾ വാസ്നിക്, KC വേണുഗോപാൽ, കേരളത്തിലെ ഘടകകക്ഷി നേതാക്കളായ ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷി നേതാക്കളും ഒരുമിച്ച് നിന്ന് ആവശ്യപ്പെട്ട ആ വാക്കാണ് AICC ഹൈക്കമാൻഡ് പാലിച്ചിട്ടുള്ളത്. ഇനി സിദ്ദിഖ് ജി പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ചാണ്. CPMന്റെ നുണപ്രചരണ തടയിടാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതൊക്കെ വിശദാംശങ്ങൾ സംസാരിച്ചതിന് ശേഷം പറയാം. ഇനി അതിന്റെ അനുബന്ധ കാര്യങ്ങൾ AICC സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ ആദ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർണയിച്ചിരുന്ന T സിദ്ദിഖ്, അദ്ദേഹമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ടത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഹുലിന് വേണ്ടി സീറ്റ് ത്യാഗം ചെയ്ത് അല്ലെങ്കിൽ ഒഴിഞ്ഞുകൊടുത്തത് അദ്ദേഹമായിരുന്നു, T സിദ്ദിഖ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണമാണ് ഈ കണ്ടത്. കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആഹ്ലാദത്തിലാണ്, ആവേശത്തിലാണ് എന്നാണ് സിദ്ദിഖ് പറയുന്നത്. IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. സാജു, പൊതുവിലൊരു ഉണർവ് കോൺഗ്രസ് ക്യാമ്പിന് നിലവിൽ ഉണ്ടെങ്കിലും അതിൻ്റെ രാഷ്ട്രീയപരമായി വിമർശിക്കപ്പെട്ട മറ്റു വശങ്ങൾ കൂടിയുണ്ടല്ലോ. പ്രചാരണ രംഗത്ത് LDF ഇതടക്കം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്? സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിരോധം പ്രചരണ രംഗത്ത് തീർക്കേണ്ടി വരും. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ കേരളത്തിലേക്ക് മത്സരിക്കാൻ എത്തുന്നു, വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നു, അതിൻ്റെ അലയൊലികൾ മറ്റ് മണ്ഡലങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യവും ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ആവശ്യമായ പ്രചരണങ്ങൾ വേണം. അതിനായിരുന്നു രാഹുൽ ഗാന്ധി വരാൻ പോകുന്നുവെന്ന സൂചനകൾ പുറത്തു വന്ന നിമിഷം തന്നെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ചോദ്യം ഉയർത്തിയത്. ആ ചോദ്യം തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള LDFന്റെ പ്രചരണ തന്ത്രമായി മാറാനും പോകുന്നത്. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ആർക്കെതിരെയാണ് മത്സരിക്കേണ്ടത് എന്നായിരുന്നു അന്ന് പിണറായി വിജയൻ ഉന്നയിച്ച ചോദ്യം. ആ ചോദ്യം ത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള പ്രചരണം തന്നെയായിരിക്കും LDFനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത്. കാരണം രാഹുൽ ഗാന്ധി പ്രധാന ശത്രുവായ
സംഘപരിവാറിനെതിരെ നേരിട്ട് മത്സരിക്കുകയല്ല ചെയ്യേണ്ടത്, BJPക്കെതിരെ നേരിട്ട് മത്സരിക്കുകയല്ല ചെയ്യേണ്ടത് എന്ന ചോദ്യമായിരിക്കും ഉയർത്തുക. വയനാട് പോലുള്ള വളരെ സുരക്ഷിതമായ കോൺഗ്രസിൻ്റെ മണ്ഡലം എന്ന് വിശേഷിപ്പിക്കുന്ന CPI പോലുള്ള ഒരു പാർട്ടിയോട് എതിരിടേണ്ട ആവശ്യമുണ്ടോ എന്നത് തന്നെയായിരിക്കും അതിൻ്റെ ചോദ്യങ്ങൾ. ആ ചോദ്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രചരണമായിരിക്കും നടക്കുക. പക്ഷേ ഒരു കാര്യം അരുൺ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇന്നലെ വരെയുള്ള കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ സാഹചര്യവും സാധ്യതകളുമായിരിക്കില്ല UDFനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുണ്ടാകുക. കാരണം രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് മത്സരിക്കുന്നതോടുകൂടി UDF പ്രവർത്തകർക്കിടയിൽ ഉണർവുണ്ടാവും. അവരുടെ സംഘടനാ മിഷണറി വർക്ക് ചെയ്യുന്ന നിലയിലേക്ക് എത്തും. താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നേതാക്കൾക്ക് വളരെ വേഗത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കഴിയും. അത് പ്രചരണ രംഗത്ത് ഒരു മുന്നോട്ട് കുതിക്കാൻ UDFന് ഊർജ്ജമാകും എന്ന കാര്യത്തിലും സംശയമില്ല. സംസ്ഥാനത്ത് മാത്രമല്ല, തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ അതിൻ്റെ പ്രതിഫലനം കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടി കണക്കിലാക്കിക്കൊണ്ടാണ് ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്നും മത്സരിക്കാനുള്ള തീരുമാനം രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്നത്. ഇനി നേരത്തെ അരുൺ ചോദിച്ച ചോദ്യത്തിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടത് LDF ചോദിക്കുന്ന ഒരു ചോദ്യം, രാഹുൽ ഗാന്ധി വയനാട് ജയിച്ചാൽ നിലനിർത്തുമോ എന്നതായിരിക്കും അടുത്ത പ്രചരണ നിമിഷങ്ങളിൽ ഉന്നയിക്കാൻ പോകുന്ന ഒരു ചോദ്യം. ആ സാജു, ഒരു നിമിഷം ഇപ്പോൾ AK ആന്റണി സംസാരിക്കുകയാണ്. കൂടിയാലോചിച്ചെടുത്തതാണ്. കാരണം വയനാട് തിരഞ്ഞെടുക്കാൻ കാരണം, അത് ഞാൻ ഇംഗ്ലീഷിലല്ല പറഞ്ഞു മാത്രമേ ഉള്ളൂ. വയനാട് തിരഞ്ഞെടുക്കാൻ കാരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളും ജനങ്ങൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ, കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ സീറ്റ് വയനാടാണ്. വയനാട് ഒരു ട്രൈ ജംഗ്ഷനാണ്. തൊട്ടടുത്ത ബോർഡർ ഒന്ന് കർണാടക, തൊട്ടടുത്ത ബോർഡർ ഒന്ന് തമിഴ്നാട്. വയനാടിൻ്റെ ഏറ്റവും അടുത്ത കർണാടകത്തിലെ സീറ്റ് എന്ന് പറയുന്നത് ചാമരാജനഗർ. പഴയ മൈസൂർ മുഴുവൻ വയനാടിൻ്റെ അതിർത്തി പ്രദേശം. നീലഗിരീസും അതുപോലെ തേനിയുമെല്ലാം തമിഴ്നാടിൻ്റെ വയനാടിൻ്റെ അടുത്ത തമിഴ്നാടിൻ്റെ പ്രദേശം. അപ്പോൾ ഒരു 3 സംസ്ഥാനങ്ങളുടെയും കോൺഗ്രസ്സുകാരും അവിടുത്തെ ഘടകകക്ഷികളും ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ വയനാട് കേരളത്തിലാണെങ്കിലും 3 സംസ്ഥാനത്തിലെയും തൃപ്തിപ്പെടുത്താൻ പറ്റിയ തീരുമാനമാണ്. അതുകൊണ്ട് 3 സംസ്ഥാനത്തിനും കൂടി ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റാണ് വയനാട് തിരഞ്ഞെടുത്ത്. തീർച്ചയായിട്ടും വയനാട് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തോടുകൂടി കേരളത്തിലൊരു തരംഗമുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ ഒരു തരംഗം ഉണ്ടാകുമെന്നാണ്. ഞാൻ പറഞ്ഞത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒരു തരംഗം ഉണ്ടാകും കോൺഗ്രസ് അനുകൂലമായിട്ട്. പിന്നെ ഇത് കോൺഗ്രസിൻ്റെ ഒരു MP ഷാനവാസ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സീറ്റാണ്, വേക്കൻറ്റ് സീറ്റാണ്. അതുകൊണ്ടാണ്